പാനസോണിക്കിന്റെ പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. പാനസോണിക് എലുഗ റേ 810. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഈ ഫോണിന്റെ വില വരുന്നത് 8500 രൂപയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാനസോണിക് എലുഗ റേ 810ന്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പാനസോണിക് എലുഗ റേ 810 വരുന്നത് 6.2 ഇഞ്ചിന്റെ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ വലിയൊരു നോച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിപ്പം വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിൽ വരുന്ന നോച്ചുമായിട്ട് വരുന്ന ഫോണുകളാണ് ലഭിക്കുന്നത്. പക്ഷേ ഈ ഫോണിൽ അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. പിന്നെ വലിയൊരു നോച്ചാണ് എന്നുണ്ടെങ്കിൽ കൂടിയും ഈ നോച്ചിൽ നമുക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഒന്നും ലഭിക്കുന്നില്ല. പിന്നെ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബാക്കിൽ ഒരു ഗ്രേഡിയൻ കളർ ഫിനിഷൊക്കെ കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചൊരു പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ മികച്ച ഹീലിയോ P70 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിന്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത് ഇതിൽ നമുക്ക് 4 GB റാം ലഭിക്കുന്നുണ്ട്. പക്ഷേ റാം കൂടിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അതിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും കൂടി വേണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മീഡിയാടെക്കിന്റെ ഹീലിയോ P22 എന്നുള്ള പ്രോസസ്സറിന്റെ 4 GB റാം വെർഷൻ എടുക്കുന്നതിലും നല്ലത് ഹീലിയോ P17 എന്നുള്ള പ്രോസസ്സറിന്റെ 3 GB റാം വെർഷൻ എടുക്കുന്നതാണ്. അതിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ലഭിക്കും. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ നമുക്ക് 64 GB ഇന്റേണൽ ലഭിക്കുന്നുണ്ട്. ഇനി മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 9 ബേസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 16 മെഗാ പിക്സലിലെ മെയിൻ സെൻസറും 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഫോണിന്റെ വില വരുന്നത് 8499 രൂപയാണ്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്നില്ല. ആകെ പറയേണ്ടത് ഈ ഫോണിൽ നമുക്ക് 4 GB റാമും 64 GB ഇന്റേണലും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ പല ഫോണുകളിലും നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. സാധാരണ എല്ലാ ഫോണുകളിലും എല്ലാ ഫീച്ചേഴ്സും നന്നായി വന്നോളണമെന്നില്ല. പക്ഷേ എടുത്തു പറയേണ്ട കുറഞ്ഞത് ഒരു ഫീച്ചറെങ്കിലും എല്ലാ ഫോണുകളിലും നമുക്ക് ലഭിക്കും. പക്ഷേ ഈ ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫീച്ചറും നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫോൺ എടുക്കാതിരിക്കുകയാണ് നല്ലത്.